നമസ്കാരം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. 2024 ഡിസംബർ 15 കഴിഞ്ഞ് ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന ഏതാനും ചില നാളുകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ശനിദോഷത്താൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ശനിയുടെ അപകാരം ഉള്ള ആൾക്കാർ പലരും ഈ അവസാനമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ ശനിയുടെ നല്ല സമയം അനുഭവിക്കാൻ പോകുന്നു. അവർക്ക് ഈ ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ ശനിദോഷമുണ്ട്. ശനിദോഷത്തിൽ കുടുങ്ങി അവരൊരുപാട് കഷ്ടപ്പാടുകളിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ശനി ഒരുപാട് പരീക്ഷണങ്ങൾ തന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങളിൽ ചിലപ്പം നല്ല സംഭവങ്ങളും നല്ല സൗഭാഗ്യങ്ങളും നല്ല ഭാഗ്യങ്ങളുമൊക്കെ തരും. അങ്ങനെ ഈ 15-ന് ശേഷം കിട്ടാൻ പോകുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ പറയുകയാണെന്നുള്ളൊരിൽ ശനിദോഷം എന്ന് പറയുന്ന ഒരു സംഭവം അതൊരാളിനെ ബാധിച്ചിരിക്കുന്ന കാര്യം, അയാൾക്ക് കുറച്ച് സ്വത്ത് അയാളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കിട്ടാതെ വരിക, അയാൾ ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി കിട്ടാതെ വരിക, അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടി അത് നിത്യം ചെന്ന് അന്വേഷിക്കാനോ അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനോ ഒന്നും ഇയാൾ തയ്യാറാകാതെ മടിച്ചിരിക്കുക. ഇയാൾക്ക് ശനി ബാധിക്കുമ്പോഴത്തേക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു മന്ദഗതിയോ മടിയോ ഒക്കെ ഒരു മനുഷ്യർക്കുണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉച്ചയായിരുന്നാലും വൈകുന്നേരമായിരുന്നാലും ചെയ്യത്തില്ല. അങ്ങനെ ഇരുന്ന് കഴിച്ച് നമ്മൾ ഈ മടി ശനിയുടെ ഒരു ഇതിൽ പെട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരം വരെ ഇരുന്ന് വെച്ചാൽ നാളത്തേക്ക് വെക്കും. അപ്പം ശനിദോഷം ഉള്ളവർ ഒരിക്കലും മടി പിടിക്കുകയോ അല്ലെന്നുണ്ടെന്നൊരു മടിച്ച് ഒരു കാര്യം ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. തടസ്സങ്ങളാണ് ശനി എന്ന് പറയുന്നത്. എല്ലാ വിധത്തിലും തടസ്സപ്പെടുത്താൻ വേണ്ടി എന്ത് മാർഗം ഉണ്ടെങ്കിലും അതിനു വേണ്ടി നോക്കി നിൽക്കുന്നതാണ്. അപ്പം അതിനെ മറികടക്കുക എന്നുള്ളത് നമ്മുടെ വിൽ പവറും നമ്മുടെ എനർജിയും കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് തന്നെ മറികടക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം ഒരാഹാരം കഴിക്കാൻ നമ്മുടെ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടെന്നവരിൽ നമ്മൾ ആ ടേബിളിലേക്ക് ചെന്ന് ഇരുന്ന് കഴിക്കേണ്ട ആളാണെങ്കിൽ ശനിദോഷം ഉണ്ടെന്നൊരു അത് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ആഹാരം ഇങ്ങോട്ട് വരുമോ അല്ലെന്നുണ്ടെന്നൊരു ഇപ്പോൾ വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മളിരിക്കും. അങ്ങനെ ഇരിക്കരുത്. നമ്മുടെ വീട്ടിൽ അകത്ത് ആഹാരം ഇരിപ്പുണ്ടെന്നൊരിൽ ശനിയെ തള്ളി മാറ്റിയിട്ട് നമ്മുടെ പവർ, ആ ഒരു എനർജറ്റിക്കലായിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആഹാരം അങ്ങോട്ട് പോയി കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ശനി നമ്മളെ തടസ്സപ്പെടുത്താൻ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പം ശനിയെ തോൽപ്പിക്കുക എന്നുള്ളത് നമ്മൾ ആയുധമെടുത്തല്ല തോൽപ്പിക്കുന്നത്, നമ്മൾ വേറെ ഒന്നും ചെയ്തല്ല. അതിന് നമുക്ക് ഈശ്വരന്മാരെ കൂട്ടുപിടിക്കാം. ശനിദോഷം അകറ്റാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ വഴിപാട് ചെയ്യുന്നതും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അതൊക്കെ നമുക്ക് കുറച്ച് ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും, നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെയൊക്കെ ദുഃഖിപ്പിക്കുമെങ്കിലും ശനി ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചില നല്ലത് വരും. അത് ഈ രാശിമാറ്റത്തിൻ്റെ ചില സമയങ്ങളിലാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ചില നല്ലതുകൾ വരുന്നത്. അങ്ങനെ ഈ ഡിസംബർ 15-ന് ശേഷം രാശിമാറ്റം സംഭവിക്കുമ്പോൾ അതിലൂടെ ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ശനീശ്വര ഭഗവാന്റെ കാരുണ്യം ലഭിക്കാൻ പോകുന്ന 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് അശ്വതി തന്നെയാണ്, രണ്ടാമത് ഭരണിയും, മൂന്നാമത് കാർത്തികയാണ്. ഈ 3 നക്ഷത്രക്കാരും രാജയോഗവും ശുക്രദശയൊക്കെ ചെറിയ രീതിയിൽ അവർ ശുക്രൻ്റെ നോട്ടമൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ശനി ബാധിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ നക്ഷത്രത്തിലാകപ്പാടെ ഇരുൾ അടഞ്ഞ പോലെ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു സമയത്ത് വീശുന്ന വെളിച്ചം, ശനിയുടെ ആ ഇരുൾ അടഞ്ഞ അവസ്ഥ മാറുന്ന ആ ശനീശ്വര ദേവൻ്റെ ചെറിയ ഒരു കാരുണ്യം ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കാണ്, ഡിസംബർ 15 കഴിയുമ്പോഴത്തേക്കാണ്. അതിൽ നിന്ന് അവർക്ക് ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, ഈ വീഡിയോ കാണുമ്പോഴാണ് ഈ നക്ഷത്രക്കാർ ഈ വിവരം അറിയുന്നതെങ്കിൽ ആ അറിയുന്ന സമയം മുതൽ നിങ്ങൾ ഈ ഡിസംബർ 15 20 നിങ്ങൾ ഡിസംബർ 15 കഴിയുമ്പോഴത്തേക്ക് 16-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്, എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യരുത്. കാര്യം യഥാർത്ഥത്തിൽ ശനി എന്ന് പറയുന്ന ഒരു ഇത് നിങ്ങളിൽ ബാധിച്ചിരിക്കണം. അവിടെ നിന്ന് ഇടയ്ക്ക് കിട്ടുന്നൊരു സ്വല്പം വെളിച്ചമോ ആശ്വാസമാണ് ഞാനീ പറഞ്ഞത്.
അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്, ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന വഴിപാട്, ഞാനിപ്പോൾ ഇന്ന വഴിപാടെന്ന് പറയുന്നില്ല, കാര്യം പറ്റുന്ന വഴിപാടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം നിങ്ങൾ ആ വഴിപാട് ചെയ്യാൻ വേണ്ടി ആ നടയിൽ, ആ ക്ഷേത്ര നടയിൽ ചെല്ലുക എന്നുള്ളതാണ് പ്രധാന കാരണം. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെല്ലുക. കാര്യം ആ ക്ഷേത്ര നടയിൽ ചെന്ന് കൈയെടുത്ത് തൊഴുത് കഷ്ടപ്പാടുകളും സങ്കടങ്ങളും അകറ്റിത്തരണമെന്ന്, പ്രത്യേകിച്ച് ഈ വ്രതം നോറ്റ് മണ്ഡലമാസക്കാലമായിട്ട് അയ്യപ്പനെ കാണാൻ ശബരിമലയിലേക്ക് പോകുന്ന ഒരു സമയം കൂടെ ആയതിൻ്റെ പേരിൽ ഏത് അയ്യപ്പ ക്ഷേത്ര സന്നിധിയുടെ മുന്നിൽ നിങ്ങൾ ചെന്ന് നിന്ന് മനമുരുകി കൈയെടുത്ത് പ്രാർത്ഥിച്ചാലും അതിന് കൂലി കിട്ടും. അപ്പം ശനി ഭഗവാന്റെ, ശനീശ്വരദേവൻ്റെ അനുഗ്രഹം, കാരുണ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമ്പം അത് നിങ്ങൾക്ക് കുറച്ചേറെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാരണം അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോവുക. നിങ്ങൾക്ക് വഴിപാടുകളൊന്നും ചെയ്യാനായിട്ട് പറ്റുന്ന സാമ്പത്തിക ശേഷിയല്ല ഇപ്പമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു കവർ കർപ്പൂരം നിങ്ങൾക്ക് അവിടെ കത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. പക്ഷെ അതിലൊക്കെ ഉപരി നിങ്ങൾ ആ ക്ഷേത്ര സന്നിധിയിൽ കഴിവതും രാവിലെ സമയങ്ങളിൽ തന്നെ പോയി അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ ചെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച് ഈ ശനിദോഷത്തിന് ഒരു നല്ല സമയം ഞങ്ങൾക്ക് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ കൃത്യമായി അതിന് കൂലി കിട്ടുകയും ചെയ്യും. ഈ ശനിയുടെ ഈ കാരുണ്യം നിങ്ങൾക്ക് ഈ രാശിമാറ്റത്തിന് സംഭവിക്കുമ്പോൾ ആ കാരുണ്യം, ആ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 3 ആൾക്കാർ നിർബന്ധമായും ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നത് നല്ലത് തന്നെയാണ്, ദൈവവിശ്വാസം അതിലേറെ നല്ലതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയി ഒരു വഴിപാടുകളും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഈ പറയാനൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിൻ്റെ പുണ്യവും അതിൻ്റെ പ്രതിവിധിയും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് 100% ഉറപ്പാണ്. ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന അടുത്ത 3 നാള് ഞാൻ പറയാം. അത് തിരുവാതിര, പുണർദം, ആയില്യം. അപ്പോൾ തിരുവാതിരയും പുണർദവും എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുകൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. ഇവർക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്. ഇവരെന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നെങ്കിലും പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങും വരും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറയാം, എന്ത് കാര്യമായിക്കോട്ടെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചാൽ ഇവർ ചാടി ഇറങ്ങും. ഇവർക്ക് ഒരു മടിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധികളുടെ കടമ്പ വലുതായതിൻ്റെ പേരിൽ, അതിനകത്ത് ഞാനിപ്പോൾ പറയുന്നതിനകത്ത് തിരുവാതിരയും പുണർദമാണ് പറയുന്നത്. ആയില്യം ഞാനിപ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കും. 3 നാളുകളുണ്ടെങ്കിൽ ആയില്യം മാറ്റി നിർത്തി. ഞാനത് പറയുന്നത് പുണർദവും തിരുവാതിരയാണ് ഞാൻ പറയുന്നത്. തിരുവാതിരയും പുണർദവും ആണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തിരുവാതിര, പുണർദം, ഈ 2 ആൾക്കാർക്കും ഈ പറഞ്ഞ കണക്ക് എന്ത് കേട്ടാലും ഇവർ ചാടി ഇറങ്ങും. കാരണം ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വലുതാണെന്ന് പറഞ്ഞല്ലോ. ഇവർ ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യമില്ലാതുകൊണ്ട് ഇവർ അലഞ്ഞു തിരിഞ്ഞു പോകും. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമുക്ക് വേണ്ടത് ഇച്ചിരി ഉപ്പാണ്. അപ്പം എവിടെയെങ്കിലും കടൽ വെള്ളം കോരി വറ്റിച്ച് ഉപ്പാക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, കടൽ വെള്ളം നാളെ രാവിലെയാണ് കോരുന്നതെന്ന് അറിയാം, ഇന്ന് വൈകുന്നേരം അവിടെ പോയി നിൽക്കും. അവിടെ പോയി നിന്നിട്ട് രാവിലെ കടൽ വെള്ളം കോരും, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം നിന്ന് ഇവർ ക്ഷീണിച്ച് തളർന്ന് നാശകോശമായി കഴിയുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യുന്നറിയോ, വറ്റി ഉപ്പ് കയ്യിലേക്ക് കിട്ടുന്ന സമയമാകുമ്പോൾ, അത് പങ്കുവെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഇവരതിൻ്റെ പ്രതിഫലം പറ്റാനായിട്ട് അവിടെ കാണത്തില്ല. എല്ലാത്തിനും ചാടി ഇറങ്ങുമ്പോൾ ആദ്യമേ തന്നെ പോകുന്ന ഇവരായിരിക്കും. അതിനുവേണ്ടി കുറേ കഷ്ടപ്പെടുകയും ചെയ്യും. ശരീരം കൊണ്ടും ചിലപ്പോൾ കഷ്ടപ്പെട്ടേക്ക് ഇവർ കിടന്നു. മാനസികമായിട്ട് വിഷമമുള്ളതിൻ്റെ പേരിൽ, സാമ്പത്തിക പ്രശ്നം ഇവരെ വലുതായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലുമാണ് ഇവരങ്ങനെ ഓടുന്നത്. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ഇവർ ആ പ്രതിഫലം കൈപ്പറ്റുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവർ അവിടുന്ന് പോരും. അത് ഈ ശനി ദോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാര്യം മനസ്സ് പല കാര്യങ്ങളാൽ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കൈ നല്ല സംഭവം അപ്പുറത്ത് വേറെന്തോ നടക്കുന്നുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ കാര്യം അറിയുന്നത്. അപ്പോൾ ഇത് തീർന്നാലും തീർന്നില്ലാലും ഇനി അങ്ങോട്ട് ഓടണം, അവിടെ പോയി അതിനകത്ത് പങ്കുചേരണം എന്നുള്ള ഒരു ചിന്ത ഇവരുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരിതിൻ്റെ പുറകെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണെങ്കിലും ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ട് നമ്മളവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് പ്രയോജനമില്ല. എല്ലാവരും ഇപ്പോൾ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അതിൻ്റെ ഒരു പ്രതിഫലം പറ്റുന്ന സമയമാകുമ്പോൾ എല്ലാവരും ചെന്ന് പങ്കുചേരുന്ന കണക്ക് നമ്മളവിടെ ചെന്ന് പങ്കുചേരുക. എല്ലാവർക്കും കിട്ടുന്ന അത്രയും നമുക്ക് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനകത്ത് എടുക്കുക. അതായത് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ എങ്ങും പകുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കുക എന്നല്ല. അതൊരു ജോലി, നമ്മൾ എന്ത് ജോലി, ഏത് മേഖലയിലെ ജോലിയാണ് ചെയ്യുന്നത് വെച്ചാൽ
ആ ജോലി നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് കാര്യമില്ല. എനിക്ക് ഇന്ന് വേണ്ടത് ഇത്രയും വലിയ തുകയാണ്, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ചെറിയ തുകയെ കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിന് പോകുന്നില്ല എന്നും പറഞ്ഞ് നിന്നാൽ ഈ ഒന്നും കിട്ടാത്ത അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ചെറുതാണെങ്കിലും അത് പോവുക. അത് കൃത്യമായി നമ്മൾ ആ ചെറിയ തുക നമുക്ക് കൈപ്പറ്റാനായിട്ടുള്ള രീതിയിൽ നമ്മൾ അധ്വാനിക്കുക. അധ്വാനിച്ചു കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും മിച്ചം വെച്ചെന്ന് വലിയ തുകയ്ക്കകത്ത് വലിയൊരു കടബാധ്യത ഉണ്ടെന്നെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് അതിനകത്ത് തീർക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കേണ്ടത് ഈ തിരുവാതിരം, ഈ പുണർന്ന ആൾക്കാരാണ്. ഇനി മാറ്റി നിർത്തിയിരുന്ന ആയില്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ആയില്യം എന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇവർക്ക് പല രീതിയിലുള്ള ഈ കൊടുക്ക വാങ്ങൽ പ്രശ്നങ്ങളും ഇടപാടുകളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയും വളരെ ആലോചിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർക്ക് തോന്നും ഈ നാളിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് ഒരു തരത്തിലും പറ്റിക്കാൻ പറ്റത്തില്ല, അവർ ഭയങ്കര ഷാർപ്പ് മനുഷ്യരാണ്, നല്ല ബുദ്ധി സാമർഥ്യമുള്ളവരാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇവരൊരുപാട് ബുദ്ധിമോശക്കേട് കാണിക്കും. അത് കണ്ണ് കാണുമ്പോഴത്തേക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവം, അതായത് നാഗ സ്വഭാവം ഇവർ കാണിക്കും. സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തും ഉള്ളിൽ കിടക്കുന്ന കുടൽ വരെ ഇവർ പറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും കാരണത്താൽ വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ നമ്മളെ വെച്ചുകൊണ്ടിരിക്കാനും അനുവദിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ സ്വത്തുപരമായിട്ടോ നിങ്ങൾക്ക് തരാം, ഇന്ന് വൈകുന്നേരം തരാം, നാളെ രാവിലെ തരാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുണ്ടാവും. അപ്പം അത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾ മാറിയിരിക്കരുത്. അതെന്തായാലും വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കിട്ടുമല്ലോ. അതിനൊപ്പം തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു മാർഗം കൂടെ ഞാൻ പോയി നോക്കിയാൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് ഈ കൂട്ടത്തിലൊരു ബോണസ് ആവും എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. 2, ഈ തരാമെന്ന് പറഞ്ഞ ആൾ വൈകുന്നേരം പറയുകയാണ് ഇന്നില്ല, അടുത്ത ആഴ്ചയിലോ അടുത്ത മാസത്തിലോ എൻ്റെ ഉള്ളു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരോട് വൈരാഗ്യം തോന്നും. ഈ വൈരാഗ്യ ബുദ്ധി ഒരിക്കലും ഇവരോട് കാണിക്കരുത്. കാര്യം ഇവർക്കൊരു അക്രമവാസന ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ഉള്ളിലുണ്ട്. അത് ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഇവർ ചെയ്യാറില്ല. പക്ഷേ ഇവർക്കുണ്ടാകുന്ന സാഹചര്യവും ആ സന്ദർഭത്തിനും അനുസരിച്ചിട്ട് ഇവർ ചിലപ്പോൾ പെരുമാറിപ്പോകും. 4 പേരുടെ മുന്നിൽ വെച്ച് ഇവർ ചെറിയ രീതിയിൽ അപമാനിച്ചു എന്ന് തോന്നിയാൽ ഇവരോടനെ പ്രതികരിക്കും. ഇവരെ 4 പ്രാവശ്യം ഒരാൾ പറഞ്ഞു പറ്റിച്ചു, ഇവൻ്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ് എന്നുള്ളൊരു തോന്നൽ ഇവരുടെ ഉള്ളിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് പ്രതികരിക്കും. ഈ പ്രതികരിക്കുന്ന നിസ്സാരമായ പ്രതികരണമല്ല, ഇവർ വളരെ അക്രമവാസനയോടുകൂടി തന്നെ ഇവർ പ്രതികരിക്കുന്നത്. ഈ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആയില്യം എന്ന ആൾക്കാർ ആവശ്യമില്ലാതെ കൊണ്ട് ഏത് തരത്തിലുള്ള നമ്മളോട് ഏത് സമീപന രീതിയാണെങ്കിൽ പോലും നമ്മൾ സ്വയം ഒരു സ്റ്റാൻഡ് എടുക്കുക, ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. കാര്യം നമുക്ക് തരാനുള്ളവനായിരിക്കാം, നമുക്ക് തരാം എന്നും പറഞ്ഞ് വരുന്നവനായിരിക്കാം, അല്ലെന്നുണ്ടെന്നൊരു നമുക്ക് കിട്ടേണ്ടതിന് തടസ്സം കയറി അവൻ പോലും അറിയാതെ തടസ്സമായിട്ട് വന്ന് നിൽക്കുന്ന ആളായിരിക്കാം. ഇവരോടൊന്നും നമ്മൾ നേരിട്ട് പ്രതികരിക്കാൻ നിൽക്കരുത്. കാര്യം ഇതൊക്കെ നമ്മുടെ ശനി ദോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരുന്നതാണ്. അപ്പം ഈ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യം ആവശ്യമില്ലാത്ത ഇതിൽപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജയിൽവാസം വരെ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം ഈ സമയത്തുണ്ടാവും. ഈ ശനി ദോഷം മാറി ശനീശ്വര ഭഗവാന്റെ ഒരു ചെറിയ കാരുണ്യം അല്ലെങ്കിൽ ഒരു വെള്ളിവെളിച്ചം ഈ ആൾക്കാരിലേക്ക് വീശുന്ന സമയമാകുമ്പോൾ ആ ആനുകൂല്യം, അർഹതപ്പെട്ട ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റാതെ നമ്മൾ ഈ വല്ല ജയിൽവാസത്തിലോ അല്ല വേറെ എന്തെങ്കിലും രീതിയിലോ ആകാതിരിക്കാൻ വേണ്ടി സ്വയം നമ്മൾ നിയന്ത്രിക്കുക. നമ്മൾ നിയന്ത്രിക്കാൻ മറ്റൊരാൾ നിയന്ത്രിക്കുന്നതിനേക്കായി ഏറ്റവും വലിയ കാര്യം നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ സ്വയം നിയന്ത്രിച്ചാൽ നമുക്ക് ഈ നല്ല അവസരമല്ല, നമുക്ക് ഈ ആനുകൂല്യങ്ങൾ വരുമ്പം അത് നമുക്ക് കൈപ്പറ്റാൻ പറ്റും. അപ്പം ഈ പുണർന്ന ആൾക്കാരെടുത്തും തിരുവാതിര ആൾക്കാരെടുത്തും ആയില്യം എന്ന ആൾക്കാരെടുത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അടിവരയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡിസംബർ 15 കഴിയുമ്പോൾ ഉണ്ടാകുന്ന രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് ശനിദോഷത്തിൽ അകപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയം വന്നു ചേരുകയാണ്. ആ നല്ല സമയം വേണ്ട രീതിയിൽ കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. അത് ശനിദോഷം പൂർണ്ണമായിട്ടും വിട്ടുമാറുമെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ, ഈ ശനിദോഷത്തിൻ്റെ ഇടയിൽ കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ, അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനി നല്ല സമയം നമുക്കുണ്ട്, നല്ല സമയം ഉള്ളതുകൊണ്ട് നമുക്ക് ഗുണം ചെയ്തൊന്നും വരുന്നില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് ശനിയാണ്, ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ശനിയാണ്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് ശനിയാണ്. ആ ശനി തന്നെ നമ്മളോട് ചിലപ്പോൾ കാണിക്കുന്ന കാരുണ്യമാണ്. കാര്യം അത് ശനീശ്വര ഭഗവാന്റെ ഒരു ദയ,
ശനീശ്വര ഭഗവാന്റെ നമ്മൾ അദ്ദേഹത്തിന് ഈ കഷ്ടപ്പാടുകളിൽ നമ്മൾ എത്രത്തോളം കൈയെടുത്ത് നമ്മൾ ശനീശ്വര ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പോൾ ശനീശ്വര ഭഗവാൻ തന്നെ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഈ ആൾക്കാരോട് ചെയ്തിട്ടും അവരെന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും വഴിപാടുമായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു നല്ല സമയം കൊടുക്കണമെന്ന് പറഞ്ഞ് കാരുണ്യപരമായിട്ടും മനസ്സാക്ഷിപരമായിട്ടും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ദശാകാലമാണ് ഈ ശനി എന്ന് പറയുന്നത്. ആ സാധനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വീശുന്ന സമയം ഈ 15 കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവും. അത് ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ ആൾക്കാർക്ക് ഈ ആൾക്കാർക്കും കിട്ടും. ഇനി ഒരു 3 ആൾക്കാരെ കുറിച്ച് കൂടി ഇതിനകത്ത് പറയാനുണ്ട്. ആ 3 ആൾക്കാരെന്ന് പറയുന്നത് അത്തം, മൂലം, ചതയം. ഈ 3 ആൾക്കാരും ഈ ഡിസംബർ 15 കഴിയുമ്പോൾ ശനീശ്വര ഭഗവാന്റെ കാരുണ്യത്തിന് അർഹതപ്പെട്ട നാളുകളാണ്. അവർക്ക് ഈ പറയുന്ന കണക്ക് കഷ്ടപ്പാടുകളും ശനി ദോഷങ്ങളും വളരെയധികം ബാധിച്ചിരിക്കുന്നതും എന്നാൽ മറ്റ് നക്ഷത്രക്കാരുടെ സഹായങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളതുമായ നാളുകളാണ് ഇവർ. ഈ മൂലം, അത്തം, ചതയം. അതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ചതയം നാൾക്കാർക്ക് ശാരീരികമായ കുറേ അസ്വസ്ഥതകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉദര സംബന്ധമായ രോഗങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് കൂടുതൽ മെയിനായിട്ട് ഞാനിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളാൽ മാനസികവും ശാരീരികവുമായിട്ടും ഈ ചതയം നക്ഷത്രക്കാർ കൂടുതൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല, ചെറിയ രീതിയിൽ മരുന്ന് കഴിച്ച് മാറ്റാവുന്ന ചെറിയ ഓപ്പറേഷനിലൂടെയൊക്കെ മാറ്റാവുന്ന പ്രോബ്ലങ്ങളൊക്കെ ഇവർക്കുള്ളൂ, പ്രശ്നങ്ങളെ ഇവർക്കുള്ളൂ. പക്ഷേ ഇവർ മനസ്സിൽ ഈ സാധനം ഇട്ട് ഇങ്ങനെ ആലോചിച്ച് മാനസികമായിട്ട് ഇവർ വിഷമിച്ചുകൊണ്ടിരിക്കുക. കാര്യം ആർക്ക് എന്ത് അസുഖം ഉണ്ട് എന്ന് പറയുകയും മറ്റ് ആരെങ്കിലും എവിടെ നിന്നുകൊണ്ടോ അസുഖത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്താൽ ഇവർ സ്വയം ചിന്തിക്കും എനിക്കും ആ ഒരു അസുഖമുണ്ട്, ഞാനും ആ രോഗത്തിന് അടിമയാണ് എന്നിവർ സ്വയം അങ്ങ് ചിന്തിച്ചേക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം എനിക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ആ രോഗത്തിന് അടിമയായിരിക്കും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാതെ കൊണ്ട് മാനസികമായി വിഷമിക്കുന്ന ഒരു കാര്യങ്ങളിലും കൊണ്ട് തലവെക്കാതിരിക്കുക. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഈ പറഞ്ഞ ഈ ചതയുന്ന ആൾക്കാർക്കില്ല. ഉദര സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ശനിയുടെ ദോഷങ്ങൾ കൊണ്ട് ഉണ്ടാവും. അത് നിങ്ങൾക്കിപ്പോൾ ഈ സമയങ്ങളിൽ ചിലപ്പോൾ കഴിഞ്ഞവരുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ആ മാനസിക ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇത് മാനസികമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ചതയ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. പിന്നെ നിങ്ങൾക്ക് കടബാധ്യത എന്ന് പറയുന്നത് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ഉണ്ടാകാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകാത്തൊരു കാര്യമാണ്. വലിയ കടബാധ്യതകൾ വരത്തില്ല. അവരെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, അതായത് അവരുടെ ഭാര്യ, അവരുടെ മക്കൾ, അവരുടെ അമ്മ, അവരുടെ അച്ഛൻ, അവരുടെ സഹോദരങ്ങൾ, അങ്ങനെയുള്ള റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ വലിയ കടബാധ്യതക്കാരായിരിക്കും. അപ്പോഴും ഇവരിലേക്ക് ഈ കടബാധ്യത വരത്തില്ല. ചതയുന്ന ആൾക്കാരിലേക്ക് ഈ കടബാധ്യത വലിയ രീതിയിൽ വരത്തില്ല. വലിയ രീതിയിലല്ല, അവർ കടബാധ്യത അവർക്ക് വരത്തില്ല. അവർ അങ്ങനെ കടം വാങ്ങാറില്ല, ആർക്കും ഒന്നും കൊടുക്കാനില്ല, ആരും അവരെ വിളിച്ചു ചോദിക്കാറില്ല, ആരും അവരെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പൈസ താന്നുള്ള രീതി സംസാരിക്കാറില്ല. പക്ഷെ അവരോട് അടുത്ത റിലേറ്റീവ്സിന്, മക്കൾക്കോ ഭാര്യയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ വലിയ ഭീമമായ രീതിയിൽ കടബാധ്യത ഉള്ളവരായിരിക്കാം. പക്ഷേ ആ നൊമ്പരങ്ങളൊന്നും ഇവർക്കില്ല. ഇവർക്ക് സ്വയം ഇവർ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും വരുമ്പോഴത്തേക്കുള്ള വേദനയാണ് ഇവരുണ്ടാകും ഇരിക്കുന്നത്. പക്ഷെ മാനസികമായിട്ട് ഇവർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, കഷ്ടപ്പാടുകൾ ഇവർക്ക് വളരെ വലിയ രീതിയിലുണ്ട്. കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ ശനിയുടെ ഈ ദോഷം നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശനീശ്വര ഭഗവാന്റെ ഈ കാരുണ്യം, ഈ സംഭവിക്കാൻ പോകുന്ന ഈ രാശിമാറ്റത്തിലുണ്ടാകാൻ പോകുന്ന ഒരു കാരുണ്യം ഇവരിലേക്ക് നല്ല രീതിയിൽ കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടത് അത്തവും മൂലമാണ്. ഈ അത്തം എന്ന് പറയുന്നത് എപ്പോഴും മാനസികപരമായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാളാണ്. എന്തിനു വേണ്ടിയിട്ടും കഷ്ടപ്പെടാനായിട്ട് തയ്യാറാണ്. അതിനകത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരിൽ ഒന്നാമത്തെ ആളായിട്ട് തന്നെ ഈ അത്ത നക്ഷത്രക്കാർ നിൽക്കും. ഇനി 20 പേരുണ്ടെങ്കിലും 100 പേരുണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ ആളായിട്ട് തന്നെ നിൽക്കും. ശരീരം കൊണ്ട് കഷ്ടപ്പെടാൻ യാതൊരു മടിയില്ലാത്ത ആൾക്കാരാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനും മടിയില്ലാത്തതാണ്. പക്ഷേ ഇവരുടെ ചില സമയങ്ങളിൽ പെടുവാത്തരമല്ല, ഇവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇവരെന്തെങ്കിലും ഇവരുടെ വായിൽ നിന്നും വരുന്ന നാക്ക് പിഴയ്ക്കും ഇവർക്ക്.
നല്ലതുദ്ദേശിച്ചോ നല്ല രീതിയിലുള്ള സംഭാഷണ ശൈലിയാണെന്ന് വെച്ചിട്ടോ ഇവർ സംസാരിക്കുന്നതായിരിക്കാം. പക്ഷെ അത് പിഴയ്ക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും മാനസികമായിട്ട് വിഷമം തോന്നുന്ന രീതിയിൽ അവർ സംസാരിച്ച് വെക്കും. അത് ഈ മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ടല്ലാതെ കൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കുറേ അധികം ശ്രദ്ധിച്ച് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ശ്രദ്ധിച്ച് സംസാരിച്ചാൽ ആ ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിലും സമൂഹത്തിനിടയിലാണെങ്കിലും ഇതിനിടയിലാണെങ്കിലും നമുക്കൊരു നല്ല സ്ഥാനം അല്ലെങ്കിൽ മാന്യമായ ഒരു പ്ലേസ്മെൻറ്റ് അവിടെ നമുക്ക് കിട്ടും. നമുക്കൊരു നല്ല ഇത് കിട്ടുന്നതായിരിക്കും. നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ സംസാരിച്ചാൽ അബദ്ധം പറ്റിപ്പോവും. അബദ്ധത്തിൽ നമ്മൾ ഇന്ന് ചാടുകയും ചെയ്യും. അതായത് ഈ അത്തരം നക്ഷത്രക്കാരുടെ ഒരു പ്രശ്നമാണ്. അവരെല്ലാം സഹായിക്കാൻ മിടുക്കരാണ്, സഹായിക്കാൻ നല്ല മനസ്സുള്ളവരാണ്. പക്ഷെ അവസാന നിമിഷം ആ സഹായിച്ചതിൻ്റെ പേരിൽ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തി വർത്താനം പറയും. ആ സഹായിച്ച് ഞാൻ അങ്ങനെ ചെയ്തു തന്നു എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും. ആര് സഹായം അവരിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ അവർക്ക് അങ്ങനെ മാനസികമായിട്ട് വേദന തോന്നുന്ന രീതിയിൽ അവർ സംസാരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അവർക്കും നല്ല സമയങ്ങളാണ് ഈ വരുന്ന ഈ കുറച്ച് ദിവസങ്ങളിലേക്ക് കിട്ടുന്നത്. ഈ ശനിദോഷം എല്ലാ അർത്ഥത്തിലും മാറും. നല്ല അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഭാഗ്യവും എല്ലാം ഇവരിലേക്ക് വന്നു ചേരുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ നാൾക്കാർക്കും ഇപ്പം ഞാൻ 9 നാളിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിച്ചു. 3 നാൾ ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് 3 നാൾ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 3 നാൾ. ഈ 9 നാൾക്കാർക്കും ഈ ശനിയുടെ ഇച്ചിരി ഒരു മൂർധന്യാവസ്ഥയാണ്, ശനിദോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് ഇപ്പോൾ അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ നാളുകളെ കുറിച്ച് എടുത്ത് പറഞ്ഞത്. ആ മൂർധന്യാവസ്ഥ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ശനീശ്വര ഭഗവാന്റെ കടാക്ഷം ഏറെ കിട്ടാൻ സാധ്യതയുള്ളതും ഈ നാൾക്കാർക്കാണ്, ഈ 9 നാൾക്കാർക്കാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം പൊതുവേ എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് പകുത്തു പോകുന്ന ഒരു സംഭവമല്ല. പക്ഷേ ഇവർക്ക് കുറച്ച് മുൻതൂക്കമുണ്ട്. കാര്യം ഇവർ ശനിയുടെ കുറച്ച് കഷ്ടപ്പാടുകളിൽ കുടുങ്ങി കുറേയധികം വലഞ്ഞ കുറച്ച് ആൾക്കാർ, കുറച്ച് നക്ഷത്രക്കാരായതിൻ്റെ പേരിൽ ഇവർക്ക് ഇച്ചിരി ആനുകൂല്യം കൂടുതലോ അല്ലെന്നൊരു കിട്ടുന്നതിന് കുറച്ച് തിളക്കം കൂടുതലോ ഇവർക്കുണ്ടാവും. ബാക്കിയുള്ള നക്ഷത്രങ്ങളിലും ഈ രാശിമാറ്റത്തോടുകൂടി ഈ ഡിസംബർ 15 കഴിയുമ്പോഴത്തേക്ക് നല്ല സമയം വന്ന് തെളിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം വലിയ രീതിയിൽ ചൊരിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റി നല്ല രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.